കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി സംഘടിപ്പിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ ഇതാദ്യമായി ഇന്ത്യ സഖ്യത്തിലെ ഒരു സഖ്യകക്ഷിയുടെ പ്രതിഷേധമുണ്ടായിരിക്കുകയാണ്. പ്രതിഷേധമെന്ന് പറഞ്ഞാൽ പരസ്യമായി തെരുവിൽ രാഹുൽ ഗാന്ധിയെ അവർ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ ഒരു സഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് ബംഗാളിലെ കൂച്ച് ബിഹാർ ജില്ലയിൽ അസമിൽ നിന്നും ഈ യാത്ര എത്തിച്ചേർന്ന ഉടൻ തന്നെ കരിങ്കൊടി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പ്രതിഷേധത്തെ തുടർന്ന് യാത്ര 2 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ബംഗാളിൽ വലിയ പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ ഉണ്ടാവുന്നത്. ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിച്ച വേളയിൽ തന്നെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ചേരിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം ഒന്ന്, ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. മെയ്യിൽ ഇലക്ഷൻ ഉണ്ടാകുമെന്നാണ് ഏകദേശ ധാരണ ഇപ്പോൾ ഉള്ളത്. ആ അവസരത്തിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കോൺഗ്രസ് നേതാക്കൾ ഈ യാത്രയ്ക്ക് പിറകെ പോകുന്നതിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷ ചേരിയിൽ നിന്നുണ്ടായിരുന്നു. രണ്ടാമത്തേത്, രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര സീറ്റ് ചർച്ചകൾ പോലും മാറ്റിവെച്ചാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത്. സീറ്റ് ചർച്ചകൾക്ക് പ്രാമുഖ്യം ലഭിക്കേണ്ട ഈ ഘട്ടത്തിൽ പോലും ന്യായ് യാത്രയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതെന്ന വിമർശനം തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല, ഇപ്പോൾ മുന്നണി വിട്ട JDUവും സമാജ്വാദി പാർട്ടിയും, എന്തിനേറെ പറയുന്നു ഇടതു പാർട്ടികൾ പോലും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ പരസ്യമായി തൃണമൂൽ കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. അവർ രാഹുൽ ഗാന്ധിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. അവർ ഉന്നയിച്ച പ്രധാന കാര്യമെന്ന് പറയുന്നത് ബംഗാളിൽ BJPയെ ഒറ്റയ്ക്ക് നേരിടാൻ മമത മതി, രാഹുൽ ഗാന്ധിയുടെ യാത്ര ബംഗാളിൽ അനാവശ്യമാണ് എന്നാണ്. മമതാ ബാനർജിയുടെ നേരത്തെ ഈ യാത്രയെക്കുറിച്ചൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, എനിക്ക് ഈ യാത്രയെക്കുറിച്ച് ആരും അറിയിപ്പ് നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ താനോ തൃണമൂൽ കോൺഗ്രസോ ഈ യാത്രയിൽ പങ്കെടുക്കില്ല എന്നാണ്. മമത ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഇത്ര പരസ്യമായി രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ അതിനൊരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഒന്ന്, ബംഗാളിൽ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി മമതയ്ക്കെതിരെ ഒരു പ്രതിപക്ഷമായി ഉയർന്നു വരാൻ ശ്രമിക്കുകയാണ് ഇടതു പാർട്ടികളും കോൺഗ്രസും. അവർ സഖ്യത്തിലാണ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി മത്സരിക്കുന്നത്. ആ സഖ്യം ഫലം കണ്ടു തുടങ്ങുന്നു എന്ന നിലയിലുള്ള സൂചന കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 2023 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിരുന്നു. CPMന്റെ വോട്ട് വിഹിതം 4% നിന്നും 14% ഉയർന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതെല്ലാം തന്നെ മമതയിൽ ഒരു ഭയം ഉണ്ടാക്കുന്നുണ്ട്. മമതയ്ക്ക് BJP മുഖ്യ പ്രതിപക്ഷമായി നിൽക്കുന്നത് എന്തുകൊണ്ടും ഗുണകരമാണ്. കാരണം അവർക്ക് BJPയെ പ്രതിരോധിക്കാൻ എന്ന വ്യാജേന BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിച്ച് നിരന്തരം ഭരണത്തിൽ തുടരാം. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ യാത്ര ബംഗാളിലൂടെ കടന്നുപോയാൽ അത് ഒരു മമതാ വിരുദ്ധ തരംഗമുണ്ടാക്കുകയും അത് സ്വാഭാവികമായി കോൺഗ്രസ് CPM മുന്നണിക്ക് ഗുണം ചെയ്യുകയുള്ളൂ. മമത നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, ബംഗാളിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ല. 42 ലോക്സഭാ സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്കായിരിക്കും മത്സരിക്കുക എന്ന് മമതാ ബാനർജി ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അനുനയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ഒക്കെ ഇന്ത്യ സഖ്യത്തിന്റെ നെടുന്തൂണുകളാണ് എന്ന് പറഞ്ഞ് ജയറാം രമേശിനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നുണ്ടെങ്കിലും മമത അനുനയത്തിന്റെ യാതൊരു സൂചനയും നൽകുന്നില്ല. അപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. യാത്ര ഇനിയും മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. കാര്യം അനവസരത്തിലെ ഒരു യാത്രയാണിത് എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ഇലക്ഷൻ അടുത്തെത്തിയിരിക്കുകയാണ്. ഇനി മാസങ്ങൾ തികച്ചില്ല ലോക്സഭാ ഇലക്ഷന്. ആ അവസരത്തിൽ മുഴുവൻ ശ്രദ്ധയും സീറ്റ് വിഭജനത്തിലും സീറ്റ് ധാരണകളിലും കേന്ദ്രീകരിക്കുകയും സഖ്യം വിപുലീകരിക്കുകയും സഖ്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം കോൺഗ്രസ് അതിൻ്റെ സംഘടനാശേഷി ശക്തിപ്പെടുത്താനായുള്ള ശ്രമങ്ങളാണ് ഈ ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ആ ശ്രമങ്ങൾ പോലും വിജയം കണ്ടു എന്ന് പറയാൻ സാധിക്കില്ല. വലിയ ഒരു ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പലയിടങ്ങളിലും BJP RSS പ്രവർത്തകർ യാത്രയെ തടയാൻ ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് അസമിൽ വലിയ രീതിയിൽ BJP പ്രവർത്തകർ യാത്ര തടയാനും രാഹുൽ ഗാന്ധിയെ ആക്രമിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ
അതിൽ നിന്നെല്ലാം വിഭിന്നമാണ് ഒരു സഖ്യകക്ഷി തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അത് രാഹുൽ ഗാന്ധിക്കുള്ള സൂചനയാണ്, കോൺഗ്രസിനുള്ള സൂചനയാണ്. എന്തായാലും ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യത്തിലെ ഒരു സഖ്യകക്ഷി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി എങ്ങനെയായിരിക്കും രാഹുൽ ഗാന്ധി ബംഗാളിൽ ഈ യാത്ര പൂർത്തീകരിക്കുക എന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.